അടുത്തതായിട്ട് നമുക്ക് എല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്കിറ്റ് ആണുള്ളത്. അപ്പോൾ ഫിലിപ്പിയർ 2:5 ഇപ്രകാരം പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വേർഡ്സിൽ മാത്രമല്ല, നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികൾ, നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേർഡ്സിൽ മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്നതിൽ മാത്രമല്ല, ആശ്വസിപ്പിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ വെളിച്ചമാകുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു രുചി പകർന്ന് ഉപ്പാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് അതിനൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനായിട്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റിൽ മുൻപോട്ട് ക്ഷണിക്കുന്നു. മോനെ റെഡിയായോ? ബസ് ഇപ്പൊ വരുമേ? റെഡിയാവുക. ചോറെടുത്തോ? എടുത്തോണ്ടിരിക്കുവാ. അമ്മ എന്റെ പാത്രത്തിൽ കുറച്ചുകൂടി കൂടുതൽ ചോറെടുക്കാവോ? അതെന്തിനാ? ഇവിടെ തരുന്നത് കഴിക്കാറില്ലല്ലോ. അതമ്മ എനിക്കല്ല, അത് എന്റെ ക്ലാസ്സിൽ ശ്രീകുട്ടി പറഞ്ഞില്ലേ, അവൾക്ക്. അതെന്താ അവളൊന്നും കൊണ്ടുവരത്തില്ലയോ? അതമ്മേ, അവൾ ഈ ഇടയിൽ ഫുഡൊന്നും കൊണ്ടുവരാനില്ല. അത് ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ അവളങ്ങ് മാറിയിരിക്കുക. ആണോ? അതെന്താ മോനെ? അതെ, അവളുടെ അച്ഛൻ ഈയിടെ മരിച്ചുപോയി. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ? അയ്യോ, അതിനെന്താ അമ്മ ഒരു പൊതികൾ തന്നുവിടാം. മോൻ ആരും കാണാതെ അവളുടെ ബാഗ് കൊണ്ട് വെച്ചാൽ മതി. എന്നാ മോനെ. എന്റെ അമ്മ എന്തു നല്ല അമ്മ. മോനെ, പിന്നെ വൈകിട്ട് വരുമ്പോഴേ ശ്രീകുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പർ മേടിച്ചോണ്ട് വരണേ. അമ്മയ്ക്കൊന്ന് വിളിക്കാനാ. ശരി അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. കുട്ടികളുടെ അമ്മമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലേക്ക്. ഹലോ ഹലോ, ശ്രീകുട്ടിയുടെ അമ്മയല്ലേ? അതെ, ഞാൻ ആൻമോളുടെ അമ്മയാണ്. മോള് വന്ന് ശ്രീകുട്ടിയുടെ കാര്യമൊക്കെ വീട്ടിൽ പറയാറുണ്ട്. മോള് ആൻ്റെ കാര്യം എപ്പോഴും പറയും. ആൻ്റെ അമ്മ ഇപ്പൊ ചോറൊക്കെ കൊടുത്തു വിടുന്നില്ലേ, അതൊക്കെ കഴിച്ചു എന്നൊക്കെ വന്ന് പറയാറുണ്ട്. എന്ത് ചെയ്യാനാ, ചേട്ടനുണ്ടായിരുന്നപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നതാ. ഇപ്പോ പെട്ടെന്ന് അങ്ങ് പോയപ്പോ. പിന്നെ ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങള്? ജോലിക്ക് എന്തെങ്കിലും പോകുന്നുണ്ടോ? ഞാനിവിടെ അടുത്തൊരു അക്ഷയയിൽ പോകുന്നുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിനേലും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പ്രായം ചെന്നവരാ. എന്താ പേര് ചോദിക്കാൻ മറന്നു? എൻ്റെ പേര് അശ്വതി. അശ്വതി. അശ്വതി, എന്തായാലും വിഷമിക്കാതെ. ദൈവം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് എൻ്റെ നമ്പറാ, സേവ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ഞാൻ ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ. മിക്ക ദിവസങ്ങളിലും അശ്വതിയും ബ്രസീലും തമ്മിലുള്ള സംഭാഷണം തുടർന്നുകൊണ്ടിരുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം എന്നാ മോനെ? മോൻ കിടന്നു? അമ്മയ്ക്ക് കിടന്നു? ഉറക്കം വരത്തില്ല.
പറ്റിയേ? അത് മോനെ, കുഞ്ഞിന്നലെ സ്കൂളിൽ പോയപ്പോ ബാങ്കിൽ നിന്ന് 2 പേര് വന്നിവിടെ. ആണോ? അച്ഛനുണ്ടായിരുന്നപ്പോ നമ്മളെടുത്ത ലോണൊന്നും നമ്മൾ അടയ്ക്കുന്നില്ലല്ലോ മോനെ. അവര് നോട്ടീസ് തന്നിരിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പിന്നെയും വരും മോനെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നോ? നമ്മൾ എങ്ങോട്ട് പോകുമ്പേ? നമുക്ക് എങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അമ്മയെയും മാമനെയും കൊച്ചച്ഛനെയും ഒക്കെ വിളിച്ചു നോക്കി. നമ്മൾ എന്ത് ചെയ്യും അമ്മേ? അമ്മയ്ക്ക് അറിയത്തില്ല. നമുക്ക് ആരുമില്ല മോനെ. നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മ വിഷമിക്കാതെ. അമ്മ മോനോടൊരു കാര്യം ചോദിക്കട്ടെ? പറയമ്മേ. നമുക്ക് അച്ഛൻ പോടത്തോട്ട് പോയാലോ? അമ്മ മരിക്കാനാണോ അമ്മ പറയുന്നത്? വേണ്ടമ്മേ, മോനെ, വേണ്ടമ്മേ, എനിക്ക് പേടിയാവുന്നമ്മേ. അമ്മേ, ആൻ പറഞ്ഞ പോലെ ആൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മളെ സഹായിക്കാന്നൊക്കെ. അമ്മ വിഷമിക്കാതെ. മോനോ വയ്ക്കും. അടുത്ത ദിവസം ബ്ലസി അശ്വതിയുടെ ഭവനത്തിലേക്ക് എത്തി. അശ്വതിയെ എന്ത് എല്ലാരും? ആ ബ്ലസി, വാ, കേറി വായിരിക്കും. എന്തുണ്ട് അശ്വതി വിശേഷം? ഒന്നുമില്ല, ഞാൻ വെള്ളം എന്തേലും എടുക്കാം. ഇല്ല വേണ്ട, ഇവിടെ ഇരിക്കേ. വെള്ളം പിന്നെ എടുക്കാം. ചോദിക്കട്ടെ, ഇവിടെ ഇരുന്നേ. എന്തുണ്ട് വിശേഷം? എന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, ഇരിക്കെ, ഞാൻ വെള്ളം എന്തേലും എടുക്കാം. ഇല്ല, കുഞ്ഞ് പറഞ്ഞു മോള് സ്കൂളിൽ വന്നിട്ട് 2 ദിവസമായെന്ന്. എന്തോ പറ്റി? കുഞ്ഞിനെ എന്താ സ്കൂളിൽ വിടാനേ? ഓ, വിട്ടില്ലെന്നേ ഉള്ളൂ. അതല്ല, ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴും എനിക്ക് തോന്നി എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ. അതാ ഞാനെന്ത് ഇങ്ങോട്ട് വന്നേ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ലോണിന്റെ കാര്യം. ആ, അതെന്തായി? കഴിഞ്ഞ ദിവസം അവര് വന്നു ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് തന്നിരിക്കുക. ആഹാ, ഞാനും കുഞ്ഞുങ്ങളും ഇപ്പൊ ഇറങ്ങണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇപ്പൊ എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്കുള്ള പലരെയും ഞാൻ വിളിച്ചു, പക്ഷെ ആരും സഹായിക്കാമെന്ന് പോലും പറയാൻ എനിക്ക് ആരുമില്ല. അങ്ങനെയൊന്നും പറയാതെ അശ്വതി. കുഞ്ഞുങ്ങൾക്കും അശ്വതിയല്ലേ ഉള്ളൂ. ഇങ്ങനെ കരയാതെ, മനസ്സ് വിഷമിക്കാതെ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത്രയൊരു ആശ്വാസമാക്കി എന്നോട് ആരും പറഞ്ഞിട്ടില്ല ചേച്ചി. നമുക്ക് പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. നമ്മുടെ ദൈവം എല്ലാത്തിനും പരിഹാരം തരുന്ന ദൈവമാണ്. അശ്വതി വിഷമിക്കാൻ. ദൈവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. അല്ല അശ്വതി, അങ്ങനെ പറയരുത്. ജീവനുള്ളൊരു ദൈവമുണ്ട്. ദൈവം ഇതിലൊരു പരിഹാരം വരുത്തി തരും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അശ്വതിയുടെ പ്രശ്നപരിഹാരം തേടിയുള്ള ബ്ലസ്സിയുടെ യാത്രകൾ ആരംഭിക്കുന്നു. എന്താണ് വിശേഷം? ക്ഷമായിട്ടിരിക്കുന്നു. എന്തോ ചായ എടുത്തോണ്ടോ? വരുന്നേ. അച്ഛാ, ഞാന് വന്നത് പ്രത്യേക കാര്യം പറയാനായിരുന്നേ.
ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ശ്രീകുട്ടി എന്ന പേര്. അതിൻ്റെ ഫാദർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചുപോയി. അവർക്ക് ചില ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അടയ്ക്കാൻ പറ്റാണ്ട് അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പം ജപ്തി നോട്ടീസൊക്കെ കിട്ടി വളരെ പ്രയാസത്തിലിരിക്കുക. അപ്പം അവരെ സഹായിക്കാനാണെങ്കിലും ആരുമില്ല. അപ്പം നമ്മുടെ സഭയിലൊന്ന് പറഞ്ഞാൽ പാസ്റ്ററോട് സംസാരിച്ചായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ സഭയായിട്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ സിസ്റ്റർ, അതിപ്പോ നമ്മുടെ സഭയിൽ അങ്ങനെ ഫണ്ടൊന്നുമില്ല. മാത്രമല്ല നമ്മുടെ പാസ്റ്റർ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, വെളിയിലാണല്ലോ. അത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച പൊതുയോഗത്തിൽ സഭയിൽ ഫണ്ടുണ്ടെന്നും പാർക്കിങ്ങിന് സ്ഥലം മേടിക്കാൻ മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനെയുള്ളവരെയൊക്കെയല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. സിസ്റ്റർ, നമ്മളത് അഡ്വാൻസ് കൊടുത്തില്ലേ? ഇനിയിപ്പോ അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. മാത്രമല്ല നമ്മളിപ്പോ വെളിയിലോട്ടൊന്നും ഒരു ഫണ്ട് കൊടുക്കാനും ചർച്ചിലൊരു തീരുമാനമില്ല. അപ്പൊ അച്ഛൻ ഒരു നിവൃത്തിയില്ല ഈ വിഷയത്തില്. സിസ്റ്റർ, നമുക്ക് വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊക്കത്തില്ല കാര്യത്തിൽ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ചായ കുടിച്ചിട്ട് വാ സിസ്റ്റർ. ഇല്ല അച്ഛാ, തിരക്കുണ്ട്, പോയിട്ട് വരാം. അമ്മയോട് പറഞ്ഞേക്കണം. സുഖമായിട്ടിരിക്കുന്നു അച്ഛാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ശരി അച്ഛാ, എന്നാ ഓക്കെ സിസ്റ്റർ, എന്നാ പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഓക്കെ. ഹലോ. ഹലോ. ആ ചേച്ചാ, എന്തുണ്ട്? എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തുണ്ട്? ആ സുഖമായിട്ടിരിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളോ? ആ, വന്ന് കയറിയതേ ഉള്ളൂ. എന്തിയേ മോൾ എന്തിയേ? കുഞ്ഞു പഠിക്കുന്നു. എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട് അവള്. ആ, ഓക്കെ. പിന്നെ നിങ്ങള് പ്രാർത്ഥിക്കാനിരുന്നായിരുന്നോ? ഇല്ലില്ല, കുഞ്ഞു പഠിക്കുന്നു. പിന്നെ അച്ഛന്റെ കൂടെ വന്നിട്ട് പഠിക്കാം, പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ആണോ? ഓക്കെ. പിന്നെ ആ. ഞാന് ഇടയ്ക്ക് വിളിക്കണമെന്ന് വിചാരിച്ചാ, പക്ഷെ മറന്നുപോയി. നമ്മൾ നീ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ആ കാര്യം? സെക്രട്ടറി അച്ഛനെ പോയി കണ്ടായിരുന്നോ? ഞാൻ പോയി കണ്ടു. ആണോ? പക്ഷെ അത് നടക്കത്തില്ല. ആണോ? ചർച്ചിൽ ഫണ്ടില്ലെന്നും ഒക്കെയാ, പാസ്റ്റർ ഇവിടില്ലെന്നൊക്കെയാ പറയുന്നത്. എന്തോരം ക്യാഷാണ് ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നത്. ഇപ്പൊ എന്നാ ചെയ്യാനാ? നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? അത് ഞാനേ ഒരു കാര്യം ചോദിച്ചാൽ എന്നെ വഴക്ക് പറയുമോ? വഴക്ക് പറയാനോ? എന്തായാലും പറ, നോക്കാം. അത് നമ്മുടെ അമ്മച്ചി തന്ന ആ സ്ഥലമില്ലേ, അത് വിറ്റിട്ട് നമുക്ക് അവരെ ഒന്ന് സഹായിച്ചാലോ? സ്ഥലം വിൽക്കാനോ? ആ. നീ എന്തായി പറയുന്നേ? അച്ഛാ, ദൈവാത്മാവ് പറയുന്നത് നമ്മൾ അവരെ സഹായിക്കണം, നമ്മൾ അതിനൊരു മുഖാന്തരം ആകണമെന്നാ ശരിക്കും ദൈവാത്മാവ് സംസാരിക്കുന്നത്. ബ്ലസ്സി, നിനക്കറിയാമല്ലോ നമ്മളൊരു ചെറിയ വീട് വെച്ചതിന്റെ ലോൺ ഇനി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയുമല്ല, നമ്മുടെ കുഞ്ഞും വളർന്നു വരികയല്ലേ. അതെ അച്ഛാ, ദൈവം നമുക്ക് വേണ്ടി കരുതിക്കോളും. ഒന്നുമില്ലാത്തതും ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തിയില്ലേ? അത് ശരിയാ. പിന്നെ ദൈവാത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നാളെ ഇതോർത്ത് നീ വിഷമിക്കരുത്. ഇല്ല അച്ഛാ. പിന്നെ അച്ഛന് വിഷമമൊന്നും ഇല്ലല്ലോ? ഇല്ലടി, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് അത് മാത്രം കേട്ടാൽ മതി. എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന അച്ഛനെ ദൈവം എനിക്ക് തന്നത്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ നമുക്കിതങ്ങനെ പെട്ടെന്ന് വിൽക്കാനാവും? ആരും ഇത് പെട്ടെന്ന് വാങ്ങിക്കാനാ? അത് ശരിയാണല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്താ അച്ഛാ? നീ ആ സെക്രട്ടറി അച്ഛനോട് തന്നെ പറ. അച്ഛൻ്റെ നല്ല പൂത്ത കാശുണ്ട്, അച്ഛൻ അത് എടുത്തോളൂ. എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ, എന്നാ ശരി. നീ സംസാരിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. ഓക്കെ, എന്നാ ബൈ. ബൈ. ഹലോ. ഹലോ അച്ഛാ, പ്രൈസ് ദി ലോർഡ്. എന്താ സിസ്റ്റർ? അച്ഛാ, ഞാൻ ഇന്നലെ വന്ന് പറഞ്ഞ വിഷയമില്ലേ, അത് ഞാൻ റോഹിച്ചാനെ വിളിച്ചപ്പോൾ തീരുമാനത്തിലെത്തി. പക്ഷെ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഒരു സഹായം വേണമായിരുന്നു. എന്താ സിസ്റ്റർ, പറഞ്ഞോളൂ.
അത് വെച്ചാൽ ഞങ്ങളുടെ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു 10 സെന്റ് വസ്തുവുണ്ട്. അതങ്ങ് കൊടുത്തിട്ട് അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, നിനക്ക് ആകപ്പാടെ ഉള്ളതല്ലേ ഇത്? ഇല്ല അച്ഛാ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ അതുപോലെ നിർബന്ധിക്കുന്നുണ്ട് ആ വിഷയത്തില്. അതുകൊണ്ടാ. എന്നാ ശരി, ഞാനെന്താ ചെയ്യേണ്ടത്? അച്ഛാ, അടിയന്തരമായി ഞങ്ങളെ സഹായിക്കാൻ അച്ഛന് മാത്രമേ കഴിയത്തുള്ളൂ. നിങ്ങൾ എന്തോ അതിന് പ്രതീക്ഷിക്കുന്നത്? അച്ഛാ, വിലയൊന്നും നോക്കുന്നില്ല. കടം വീട്ടാൻ എത്ര വേണോ അത്രയും തന്നാ മതി. എന്നാ ശരി. എങ്കിലും അച്ഛാ, നാളെ രാവിലെ നമുക്ക് ബാങ്കിൽ പോയാലോ? ഞാൻ അശ്വതിയുടെ അവിടോട്ട് വരാൻ പറയാമായിരുന്നു. അയ്യോ സിസ്റ്ററെ, രാവിലെ എനിക്ക് നമ്മുടെ ജനറൽ കൺവെൻഷൻ അതെ, അതിന് പോയോ? രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് വരാം. അന്ന് പിന്നെ അതിനായിട്ട് ഓക്കെ, ബാങ്കിൽ വെച്ച് കാണാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നമസ്കാരം. ആ അച്ചായനോ? എന്തുകൊണ്ട് ഒത്തിരി ദിവസമായി ലീവ് എനിക്ക് കണ്ടിട്ട്? ഒന്നുമില്ല സാറേ, സുഖമായിട്ടിരിക്കുന്നു. ഇരിക്കച്ചായ, എന്താ എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ? സാറേ, ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഈ അശ്വതി നമുക്കറിയാവുന്ന കൊച്ചാണ്. ഇവർക്ക് കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നൊരു ജപ്തി നോട്ടീസ് കൊടുത്തായിരുന്നു. അതേപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. അച്ചായ, അതിനുള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ ജപ്തിക്കുള്ള. സാറേ, അങ്ങനെ പറയല്ലേ. അച്ചായ, അത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തതാണ്. അവർക്കുള്ള അവസരമെല്ലാം കഴിഞ്ഞു പോയി. സാറേ, അങ്ങനെ പറയല്ലേ. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ ഒക്കത്തുള്ളൂ സാർ ഈ കാര്യത്തിൽ. അച്ചായൻ പറഞ്ഞതല്ലേ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അവരുടെ ഫയല്. ഓക്കെ സാറേ, വലിയ ഉപകാരം. അച്ചായ, അതെ, ഈ അശ്വതിയുടെ കാര്യം എന്ന് വെച്ചാൽ 6 വർഷം മുമ്പ് 8 ലക്ഷം രൂപ ലോൺ എടുത്താണ് അവരുടെ വീടും സ്ഥലവും ഈട് വെച്ചിട്ട്. 2 വർഷമേ അടച്ചുള്ളൂ. 4 വർഷമായിട്ട് 1 രൂപ പോലും അടച്ചിട്ടില്ല. മൊത്തം 14 ലക്ഷം രൂപ കുടിശ്ശികയായി. അച്ചായൻ വന്നതുകൊണ്ട് ഞാനൊരു ഓപ്ഷൻ പറയാം, സെറ്റിൽമെന്റ് പ്ലാൻ പറയാം. ഒരു 5 ലക്ഷം രൂപ ഉടനെ അടയ്ക്കുക, പിന്നെ മാസം 15,000 രൂപ വെച്ച് 5 വർഷത്തേക്ക് അടച്ച് ബാക്കി തുക തിരിച്ചടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജപ്തി ഒഴിവാക്കാം. അച്ഛൻ ഇത് ഒറ്റ തവണയായിട്ട് അടച്ചു തീർക്കാൻ എന്താ വഴി നോക്കാം. ഇന്ന് തന്നെയോ? ഇന്ന് തന്നെ വെച്ച് നീട്ടണ്ട. ഓക്കെ സാറേ, അങ്ങനെ ഇന്ന് തന്നെ തീർക്കാൻ എന്തെങ്കിലും ചെയ്യാനൊക്കെ സാറിനെ കൊണ്ട്? അച്ഛാ, നിങ്ങളിത് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യാനാണെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറയാം. എൻ്റെ റിസ്കിൽ ഞാനൊരു 4 ലക്ഷം രൂപ ഡിസ്കൗണ്ട് തന്ന് 10 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് ക്ലോസ് ചെയ്യാം. സാറേ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ആധാരം NOC എല്ലാം തരാനൊക്കെ? അതിനെന്താ, നമുക്കൊരു ശരിയാക്കാമല്ലോ. എടി, എന്നാ ചെക്ക് ബുക്കിംഗ് എടുത്തോ? സാറേ, എന്നാ നിങ്ങൾ എവിടെ ഇരിക്കും, ഞാൻ ഇതിന്റെ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരാം. ചേച്ചി, സത്യമാണോ? എനിക്ക് വിശ്വസിക്കാവോ? ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതൊന്നും സാരമില്ല അശ്വതി. ഇതൊക്കെയാണ് ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പലരോടും എന്നെ ഒന്ന് സഹായിക്കാൻ മാറി ചോദിച്ചു. അന്ന് ചേച്ചി പറഞ്ഞില്ലേ ദൈവം കൈവിടത്തില്ലെന്ന്. പക്ഷെ ആ ദൈവത്തെ ഞാനിപ്പോ ചേച്ചിയിലൂടെ കാണുക. ചേച്ചി, എനിക്കിതൊന്നും തിരിച്ചു തരാൻ. അതൊന്നുമില്ല അശ്വതി. അശ്വതിയുടെ ഈ സന്തോഷം, അതാണ് ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതും. ആൻറ്റിക്ക് അറിയോ എൻ്റെ അമ്മ ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്ന്? അന്ന് രാത്രി അമ്മ എന്നോട് പറഞ്ഞതാ മരിച്ചു കളയാന്ന്. ദൈവമാണ് ആൻറ്റിയെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. താങ്ക് യു ആൻറ്റി. എന്നാൽ ഞങ്ങൾ പുറത്തോട്ടിരിക്കാം. എന്താ അച്ഛാ ഈ ആലോചിക്കുന്നേ? എടി, ഞാൻ അങ്ങ് ആലോചിക്കുമായിരുന്നു. അപ്പോൾ ആ ബ്ലസ്സെ കൊണ്ട് എന്തോ ഒരു വലിയ കാര്യമാണ് ചെയ്യിച്ചത്.
ശരിക്കും ഇപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. അല്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വേറെ വല്ലതും ആയിരുന്നേനെ. ശരി അച്ഛ, ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ രാവിലെ കൺവെൻഷന് പോകാൻ നേരെ ഇനി വന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ സ്വർഗം സന്തോഷിക്കുന്നത്. എന്ത് നല്ലൊരു അനുഭവമായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതേടി, എന്ത് നല്ല സന്തോഷമുള്ള അനുഭവമായിരുന്നു. ഒന്നുമില്ലായിരുന്നിട്ട് ബ്ലസ്സിക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇത്രയും നാളെ നമ്മൾ ഈ വചനമൊക്കെ കേട്ടിട്ട് ഇതുപോലൊരു ദൈവപ്രവൃത്തി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അശ്വതയുടെ മോളെ നമുക്കങ്ങ് പഠിപ്പിക്കാം. അവൾ എത്രയും പഠിക്കുന്നു അത്രയും നമുക്ക് അവളെ പഠിപ്പിക്കണം. അത് നല്ലൊരു കാര്യമാണ് അച്ഛാ. നമ്മളെ കൊണ്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തർത്ഥമാവുള്ളത്? നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അനേകം അശ്വതിമാരും സ്ത്രീകുട്ടിമാരുമുണ്ട്. നാം അങ്ങനെയുള്ളവരെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം നമ്മുടെ സമ്പാദ്യത്തിൽ ചിലതെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ സമ്പാദ്യത്തെക്കാൾ വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ ജീവനും സന്തോഷവും. തിരുവചനം ഇപ്രകാരം പറയുന്നു, സദൃശവാക്യങ്ങൾ 3:27-28. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യനായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരൻ പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. യാക്കോബ് 4:17. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഈ വചനപ്രകാരം ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലേഡീസ് മിനിസ്ട്രീസ് മേപ്രാൽ അവതരിപ്പിച്ച സ്കിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. വളരെ മനോഹരമായിട്ട് സ്കിറ്റ് അവതരിപ്പിക്കാൻ അവർ ഓരോരുത്തരെയും ദൈവം സഹായിച്ചല്ലോ. അടുത്തതായിട്ട് നമ്മൾ ഈവനിങ്ങിന്റെ ഒരു ഹൈലൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ വെള്ളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അകത്തേക്ക് വന്നിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമുക്ക് മെയിൻ മെസ്സേജ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. ബ്രദർ ടൈറ്റസ് തോമസ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, സ്റ്റുഡന്റ് കൗൺസിലർ ആണ്, ഫോമർ ICPF മെമ്പർ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കറന്റ്ലി വർക്കിംഗ് ആസ് എ മാനേജർ in Agape International Mission. He is a passionate missionary sharing the love of Christ in schools and colleges. അപ്പോൾ ദേവദാസിനെ ഈ സമയത്ത് നമ്മളോട് വചനത്തിൽ സംസാരിക്കുന്നതിനായിട്ട് മുമ്പോട്ട് ക്ഷണിക്കുന്നു. രണ്ട് കൈകളും തട്ടി നമുക്ക് ദേവദാസിനെ ക്ഷണിക്കാം. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് ദേവദാസൻ, YPD സൺഡേ സ്കൂളിൻ്റെയും LMൻ്റെയും ഒക്കെ അംഗങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ. വളരെ ധന്യമായ ഒരു വൈകുന്നേര സമയത്താണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ചർച്ചിൽ ഗസ്റ്റായിട്ട് വരാൻ ദൈവം എനിക്ക് തന്ന ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാനിവിടെ കണ്ട 1-2 കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഒത്തിരി അഭിനന്ദനമായിരിക്കും. വളരെ ഷോർട്ട് ടൈമിങ്ങിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുമായിരുന്നു. ഒന്ന് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചും കോമ്പൗണ്ടും ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതിന് ഇവിടുത്തെ പാസ്റ്ററിനെയും വിശ്വാസികളെ ഞാൻ അഭിനന്ദിക്കും. നിങ്ങൾക്ക് എന്നൊന്ന് കൈയടിക്കാൻ കേട്ടോ. ഈ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളിവിടുത്തെ വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ കയറിയാൽ നമ്മുടെ ഉള്ള സമാധാനം അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ എത്ര വൃത്തിയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ നമ്മളൊരു കാത്തലിക്സിൻ്റെ ഓർത്തഡോക്സ് ആൾക്കാരുടെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. ഞാൻ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകുന്നതുകൊണ്ടാണ് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കും, എല്ലാ സ്ഥലവും അതുപോലെ അവർ വൃത്തിയായിട്ട് സൂക്ഷിക്കും. കുറച്ച് നാൾ മുമ്പേയൊക്കെ മുളക്കഴി ചെല്ലുമ്പോഴും ഈ സമാധാനക്കേട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മുളക്കഴി പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. അതുപോലെ തന്നെ അവിടെയും നമുക്ക് നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പപ്പ അറിയുന്ന ഒത്തിരി അങ്കിൾമാരെ ഇവിടെ കണ്ടു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങളൊക്കെ ഇടയ്ക്ക് വയനാട് പോയി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്കറിയാം പ്രോഗ്രാമിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുമോ എപ്പോഴും.
ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. സ്കിറ്റൊക്കെ വളരെ അർത്ഥവത്തായിരുന്നു. അവര് ചെയ്തത് അവരുടെ 100% അവരുടെ ആ എഫേർട്ട് അവർ അതിനകത്ത് ഇട്ടു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിനകത്ത് ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് നിങ്ങളെ ഞാൻ അതിനും അഭിനന്ദിക്കുക. ചില ചർച്ചകളിലൊക്കെ കൊറിയോഗ്രാഫി കളിക്കണമെന്ന് പിള്ളേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് അവസരം കൊടുക്കാത്ത മൂപ്പന്മാരിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പം ഫ്രണ്ടിലോട്ട് നോക്കുകയായിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 1948 സ്ഥാപിതമായ സഭയൊക്കെ ഇങ്ങനെ തുറന്ന മനസ്സോടെ ഈ കാര്യങ്ങളെ കാണുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിന് ദർശനമുള്ളവർ, ദീർഘവീക്ഷണമുള്ളവർ ഈ സഭയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. എല്ലാവരെയും ഞാൻ ക്രിസ്തയേശുവിൽ അഭിനന്ദിക്കുകയും ഈ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് നിങ്ങൾ നിൽക്കുന്നതിൽ ഞാൻ നിങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വീണ്ടും നിങ്ങൾ തുടരുക, ഇങ്ങനെ തന്നെ തുടരുക, ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാത്ത അവസരമായിക്കട്ടെ. ഞാനത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തയ്യാറായ വിഷയം, വി ഹാവ് ആൻ ഐഡന്റിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി. നമുക്ക് ദൈവം തന്ന ഒരു രൂപമുണ്ട്, ദൈവം നമുക്ക് തന്ന ഒരു സാദൃശ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് ഉറക്കെ വായിക്കാമോ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, പ്രായമുള്ളവരോട് പറയാം, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ചാൽ വി ഹാവ് ആൻ ഐഡന്റിറ്റി ഓഫ് ഗോഡ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ നാം ആയിരിക്കും. ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് നിങ്ങൾ വീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ ഒരു അപേക്ഷ ഫോറം ഒരു സ്ഥലത്ത് പോയിട്ട് എഴുതാനായിട്ട് ചോദിച്ചാൽ അവിടെ കാണാൻ പറ്റുമായിരുന്നു പേര്, ജെൻഡർ, അഡ്രസ്, ഇങ്ങനെ പോവും അല്ലേ? ഈ ജെൻഡറിന്റെ അവിടെ തന്നെ ചില ഓപ്ഷൻസ് അവിടെ വെച്ചേക്കും, മെയിൽ, ഫീമെയിൽ, ഇങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനകത്ത് മെയിലും ഫീമെയിലും കഴിഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷനിലൂടെ വന്നു കഴിഞ്ഞു. ഇതെവിടുന്നാണ് കയറി വന്നേ? ദൈവം സൃഷ്ടിച്ച സ്വരൂപത്തിന് പുറത്ത് പിശാച് ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തെ ലോകത്ത്. ക്രിസ്ത്യൻ ചർച്ചിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താ? പെന്തിക്കോസിലോട്ട് ഇത് എത്തിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ സമാധാനത്തിൽ ഇരിക്കണ്ട കേട്ടോ. POMൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ, എനിക്ക് ആൺപിള്ളേരെ കണ്ടിട്ട് ഒന്നും തോന്നില്ല, എനിക്ക് പെൺപിള്ളേരോട് ആകർഷണം. ഞാൻ മോളെ, നീ ഇതിനടുത്ത് ഒരു മെന്റർഷിപ്പ് നീ ആരോടും എടുത്തില്ലേ? ഞാൻ ഞങ്ങളുടെ പാസ്റ്ററെ പോയി കണ്ടു, പാസ്റ്റർ പറഞ്ഞു നിനക്ക് വിശാലമാണ്. ഇത് എളുപ്പമാ പറയാൻ. മാരാമൺ കൺവെൻഷനിൽ ഒരു ട്രാൻസ്ജെൻഡർ പ്രസംഗിച്ചു കഴിഞ്ഞു. വി ആർ ഇൻ എ ചാലഞ്ചിങ് പീരീഡ്. നമ്മൾ ഏറ്റവും ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ചിന്തിക്കേണ്ട. ആൺകുട്ടികൾ ആൺകുട്ടികളുടെ സൗഹൃദം കൂടി നടക്കുമ്പോൾ, പെൺകുട്ടികൾ പെൺകുട്ടികളുടെ സൗഹൃദം കൂടി നടക്കുമ്പോൾ സമാധാനത്തെ ഇരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികളോട് സൗഹൃദം കൂടുന്നവർ ഏത് ഉദ്ദേശത്തിലാണ് സൗഹൃദം കൂടുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നെയിം, ജെൻഡറിന്റെ അവിടെ ജെൻഡർ എന്നല്ല, മെയിൽ, ഫീമെയിൽ, അതേഴ്സ്. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഐഡന്റിറ്റി എന്തുവാന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. ബൈബിൾ വിശ്വസിക്കുന്ന, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന, ബൈബിളിനെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാള് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയൊരു സത്യം, ദൈവം ഈ ഭൂമിയിൽ എന്നെ അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അടുത്ത വചനത്തിൽ നമ്മൾ കണ്ടു, അവനെ ആണും, ഒന്ന് പറഞ്ഞേ, യെസ്. വചനം വിശ്വസിക്കുന്ന ഒരാളോട് ഞാൻ പറയാം, ഭൂമിയിൽ ദൈവം 2 വിഭാഗത്തെ ഉണ്ടാക്കിയിട്ടുള്ളൂ മനുഷ്യനിൽ. അതാരൊക്കെയാ? ആണ്, പെണ്ണ്. നോ കോംപ്രമൈസ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരെ കാണുമ്പോൾ
നേരത്തെ ആ പെങ്കൊച്ചിനോട് പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ നിൽക്കണോ? പിശാചിനെ കാണുന്ന പോലെ അവരെ കാണണോ? വേണ്ട. അവരുടെ ഫീലിങ്സിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. അവരെ ഒരു സൗമ്യതയിൽ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, ഒന്ന് കൗൺസിൽ ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. ബിഗസ്റ്റ് ചലഞ്ചാണിത്. നിങ്ങൾക്കറിയാം പ്രിയമുള്ളവരെ, പിശാച് ഏതൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെ പരീക്ഷിക്കുന്ന ഘട്ടത്തിൽ പിശാച് അവരോട് പരീക്ഷണാർത്ഥത്തിൽ പറഞ്ഞത് എന്തായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ നമ്മൾ വായിക്കാൻ കഴിയുന്ന, കെയർഫുൾ ആയിട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരമ യാഥാർത്ഥ്യം, ദൈവം മനുഷ്യന് കൊടുത്തിരുന്ന ഐഡന്റിറ്റിയെ മാറ്റാനാണ് പിശാച് അവരെ ഉത്സാഹിപ്പിച്ചത്. ആദമിന് ഹവ്വയ്ക്ക് ദൈവം കൊടുത്തൊരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷേ പിശാച് വന്നിട്ട് പറയുക, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ, നിങ്ങൾ ആരെ പോലെ ആവണം എന്ന് പറഞ്ഞേ. നമുക്കറിയാവുന്ന വചന ഭാഗമാണല്ലോ. എങ്ങനെ പറയണേ? അപ്പൊ ഹവ്വയായിട്ടിരിക്കുന്നതിനപ്പുറം ആരായിട്ടാകണം? ദൈവത്തെ പോലെ ആകണം. കേട്ടോ, ഐഡന്റിറ്റിയിൽ എനിക്ക് ഈ താല്പര്യം പോരാ എന്നൊരു തോന്നൽ വന്നിടത്തു നിന്നാണ് ആദ്യത്തെ വീഴ്ച ഉണ്ടാവുന്നത്. നല്ല സുന്ദരിമാരായ കുഞ്ഞുങ്ങളെ ഇവിടെ ഉള്ളവരൊക്കെ, മക്കളെ, ഒരിക്കൽ പോലും തോന്നരുത് എന്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് എനിക്ക് ഇച്ചിരി കൂടെ എന്തൊക്കെയും എനിക്ക് ചെയ്യണം. ഞാൻ കൂടുതൽ ഈ അവിശ്വാസികളായ കുട്ടികളുടെ ഇടയിലാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്, സ്കൂൾ കോളേജുകളിലൊക്കെ. അതുകൊണ്ട് എന്നെ ഇങ്ങനെ പെന്തിക്കോസ് ക്യാമ്പുകളിലോ പ്രോഗ്രാമുകളിലോ ഒക്കെ അങ്ങനെ കാണാൻ സാധ്യതയില്ല. ചിലരൊക്കെ എന്നോട് പറയുന്നത് നിന്റെ ഉഴപ്പൻ പ്രസംഗമാണ്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അന്യഭാഷ പറയാത്തോണ്ടായിരിക്കും. പക്ഷെ യാദൃശ്യ ചില യൂത്ത് ക്യാമ്പിന് മുമ്പോ അവിടെ ചില ക്വസ്റ്റ്യൻ ആൻസർ സെഷന്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഒരു ദിവസം എഴുതിയിട്ടേക്കുക പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന്. ഈ പിരിക് പ്ലഗ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ കൊണ്ടിതാവും പറ, ഞങ്ങളും കാത്തിരുത്തൊരു ചോദ്യമാണ്. ഈ ആൺകുട്ടികൾ താടിയൊക്കെ ഷേപ്പ് ചെയ്ത് വെക്കുന്ന പോലെ വൃത്തികേടായിട്ടിരിക്കുന്ന പിരികം ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചിലരിത് ഷേപ്പ് ചെയ്ത് ചിലരെ നോക്കുമ്പോൾ 2 ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് കാണുന്നത്. അതങ്ങ് എന്തോ എനിക്കറിയത്തില്ല. പിന്നെ നമുക്ക് തന്നെ സംശയം, അവര് നമ്മളെ നോക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുവാണ്, എക്സ്ക്യൂസ് മീ എന്തെങ്കിലും ചോദിച്ചോ, 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഇരിക്കുവോ കണ്ണിന്റെ മേളിൽ. സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരൻ 2 വരയൊക്കെ വരച്ചോണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൊള്ളാലോ, മുടിയുടെ സൈഡിൽ കൂടെ 2 വരയൊക്കെ വരച്ച്. ഐഡന്റിറ്റിക്കകത്ത് പ്രശ്നമുണ്ടെന്ന് സ്വയം തോന്നുമ്പോഴാ എക്സ്ട്രാ ക്രിയേറ്റിവിറ്റി. ഹവ്വയെ അത്ര തന്നെ ചെയ്തുള്ളൂ കേട്ടോ, കൂടുതൽ പാവമൊന്നും ചെയ്തില്ല. ദൈവത്തെ പോലെ ആകണം എന്നുള്ള ആ ഒരു തീക്ഷ്ണമായ കാര്യത്തില ആ ഒരു വീഴ്ചയിലേക്ക് പോയത്. യേശുവിനും ഉണ്ടായിരുന്നു കേട്ടോ ടെംപ്റ്റേഷൻ. യേശു എപ്പോഴാ പരീക്ഷണം അനുഭവിച്ചത്? എന്നോടൊന്ന് പ്രതികരിക്കാവോ? എപ്പോഴാ? ഉപവാസം. യേശുവിന്റെ അടുത്ത് നിന്നിട്ട് പിശാച് ആദ്യം എന്താ പറഞ്ഞു? ഇതേ നമ്മുടെ കൂടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് നമ്മുടെ അവസ്ഥ അറിയത്തില്ലെങ്കിൽ പിശാചിന് അറിയാം കേട്ടോ. നിനക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, ഈ കല്ലിനോട് അപ്പമായി തീരാം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊരു കേവലം ഒരു പരീക്ഷണമാണോ? അല്ല കേട്ടോ. യേശു ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ ഒരു ആത്മീക മനുഷ്യനായിട്ടിരിക്കുക. ഈ ആത്മീക മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ചോദ്യമാണ് പിശാച് അവിടെ പറയുന്നത്. യേശു കല്ലിനെ അപ്പമായിട്ട് ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നെങ്കിൽ യേശുവിന്റെ ആത്മമനുഷ്യൻ മരിച്ചിട്ട് ജഡീക മനുഷ്യനായിട്ട് യേശു മാറ്റപ്പെട്ടെ. ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ ഹവ്വ വീണപ്പോ നമ്മൾ ആ ഹവ്വയുടെ പരമ്പരാഗതത്തിൽ നിൽക്കുന്ന മനുഷ്യൻ മുഴുവൻ വീണപ്പോ ആ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വന്ന തമ്പുരാനും ഇതേ പരീക്ഷണം തന്നെ നേരിടുക. ഐഡന്റിറ്റി ചേഞ്ച് ആക്കടാ മോനെ. ഒരു വട്ടമാണോ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ യേശുവിന് പരീക്ഷണം ഉണ്ടായത്? അല്ല, 2ാമത് പരീക്ഷണം ഉണ്ടായി. 2ാമത് എന്തോ പറഞ്ഞേ? 2ാമത് എന്തോ പറഞ്ഞേ? വചനമോ പറഞ്ഞേ? എന്തോ താഴോട്ട്
നിന്റെ കാല് കല്ലിൽ തട്ടാതെ നമ്മളില്ലായിരുന്നു ഗ്ലോറി എന്ന് പറഞ്ഞെടുത്ത് ചാടി. വചനത്തിലുണ്ടല്ലോ. ഐഡന്റിറ്റിയെ വീണ്ടും ചലഞ്ച് ചെയ്യുക. മൂന്നാമത് യേശുവിനോട് പറയുക, ഇതെല്ലാം എന്റെ ആട്ടോ, തരാം, ഒറ്റ കാര്യം ചെയ്താൽ എന്നെ ഒന്ന്. പുത്രനായി വന്നവന് അവന്റെ ഐഡന്റിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു. യേശുവിന് അവന്റെ ഐഡന്റിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലായിരുന്നു. അതുകൊണ്ടാ കർത്താവിന് നമ്മളെ വീണ്ടെടുക്കാൻ പറ്റിയത്. യേശുവിന് മാത്രം നമ്മളെ വീണ്ടെടുക്കാൻ പറ്റിയത് അവിടെയാണ്. ഒരു ഇസങ്ങൾക്കും, ഈവൻ എന്തിനാ ഇസങ്ങളെയൊക്കെ നമ്മൾ പഠിച്ചത്? സമാഗമനം കൂടാരം ഉണ്ടായിരുന്നല്ലോ, കൂടാരത്തിലേക്ക് പോയവർക്കെല്ലാം രക്ഷ കിട്ടിയോ? ഇല്ല. വീണ്ടെടുപ്പ് അങ്ങനെ ആർക്കും സാധ്യമാകാതിരുന്നിടത്ത് യേശുവിന് എങ്ങനെ നമുക്ക് വീണ്ടെടുപ്പ് തരാൻ സാധ്യമായി? യേശുവിന് എങ്ങനെ നമുക്ക് വീണ്ടെടുപ്പ് തരാൻ കഴിയും? അതൊരു നിസ്സാര കാര്യമല്ല. യേശുവിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം പിശാച് കൊണ്ടുവന്ന ഐഡന്റിറ്റി ചാലഞ്ചസിൽ യേശു വിജയാളിയായി എന്നുള്ളതാണ്. ഏക മനുഷ്യനാൽ പാപം കയറി എന്ന് വചനം പറയുമ്പോൾ ആ വചനം അവിടെ എൻഡ് ചെയ്യാതെ പറയുക, അതേപോലെ തന്നെ ഏക മനുഷ്യനാൽ രക്ഷയും നമുക്ക് സാധ്യമാക്കി തന്നു. രക്ഷ അനുഭവിച്ചവരൊന്ന് ചേർന്ന് സ്തോത്രം ചെയ്യാവൂ. നമ്മൾ ഈ ഹോളിനകത്ത് സുരക്ഷിതരായിട്ട് ഇന്നിങ്ങനെ കർത്താവിന്റെ സ്നേഹവും മഹത്വവും ഒക്കെ വർണ്ണിക്കുന്നതിന് മുന്നിൽ റെഡിംഷൻ, നമുക്കൊരു വീണ്ടെടുപ്പുണ്ടായിരുന്നു. നമ്മളെ വീണ്ടെടുക്കാൻ ഒരാളുണ്ട്. യേശു നമ്മളെ വീണ്ടെടുത്തത് എങ്ങനെ? നിസ്സാരമായിട്ടാണോ യേശു നമ്മളെ വീണ്ടെടുത്തത്? യേശു നമ്മളെ വെറുതെ വീണ്ടെടുക്കുമായിരുന്നോ? യേശു എന്തെല്ലാം ത്യാഗമാണ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് സഹിച്ചത്. കർത്താവിന്റെ ക്രൂശ് മരണം പ്രത്യേകിച്ച് കർത്തൃമേശയുടെ സമയത്ത് മാത്രം സ്മരിക്കേണ്ട ഒരു കാര്യമല്ല. ദൈവത്തിന്റെ സ്നേഹം എപ്പോഴെല്ലാം നാം അനുഭവിക്കുമോ അപ്പോഴെല്ലാം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, എന്നെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട്. എപ്പോഴെങ്കിലും മനസ്സിൽ ശൂന്യത തോന്നുന്ന എപ്പോഴാണ്? എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോഴല്ലേ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുമോ? എന്നെ സ്നേഹിക്കുന്നൊരു യേശുണ്ട്. കാൽവറിയിലേക്ക് നോക്കിക്കേ, ഒരു 33 തിരുവയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ഐഡന്റിറ്റി മുഴുവൻ ആ കാൽവറിയിൽ, ആ മരത്തിൽ അടിയറവ് വെച്ച് വിരൂപനായി, എങ്ങനെയൊക്കെ താൻ വിരൂപനാവാമോ അങ്ങനെയൊക്കെ വിരൂപനായി താൻ അങ്ങനെ ആ കാൽവറിയിൽ കിടക്കുക. യേശുവിന്റെ ഐഡന്റിറ്റി മുഴുവൻ എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഐഡന്റിറ്റി മുഴുവൻ 33 തിരുവയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ അർത്ഥനഗ്നനായി കാൽവറിയിൽ ഒരു മലയുടെ മുകളിൽ താഴെ കൂടെ പോകുന്ന സകല വ്യാപാരികൾക്കും മനുഷ്യർക്കും ഒക്കെ കാണത്തക്ക രീതിയിൽ അർത്ഥനഗ്നനായി ശരീരം മുഴുവൻ മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടക്കുക. ഇപ്പൊ അവനെ കാണുന്നവർ അവൻ യേശു ആണെന്ന് പോലും പറയുന്നില്ല. കാരണം he lost his identity. എന്തിനാ യേശു ഇത് ചെയ്തത്? എന്തിനാ യേശു ഇങ്ങനെ സ്വന്തം ഐഡന്റിറ്റി നശിപ്പിച്ചു കളഞ്ഞു? ഞാൻ വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സത്യം പറയാം, സ്നേഹത്തോടെ പറയാം. ഉൽപ്പത്തിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഐഡന്റിറ്റി നമുക്ക് തിരിച്ചു തരാം. അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ വീഴ്ചയാൽ, ആദിമ മാതാപിതാക്കളുടെ വീഴ്ചയാൽ നമുക്ക് നഷ്ടപ്പെട്ട അതേ സാദൃശ്യവും സ്വരൂപവും നമുക്ക് വീണ്ടും നൽകേണ്ടതിന് സ്വർഗ മഹിമകളെ വെടിനിരുവൻ ഭൂമിയിൽ വന്നിട്ട് അവന്റെ ഐഡന്റിറ്റി മുഴുവൻ നശിപ്പിച്ചിട്ട് പറയാ, there is a restoration. നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ട്, നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. യേശു മാത്രമാണ് ഈ റെസ്റ്റോറേഷൻ നമുക്ക് സാധ്യമാക്കി തന്നെ. എൻ്റെ ഈ മെസ്സേജിന്റെ ആകെപ്പാടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ സൃഷ്ടിയിൽ വീഴ്ചയുണ്ടായി. വീഴ്ചയിൽപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ ലോകത്തിൽ ഒന്നിനും കഴിഞ്ഞില്ല. ആ വീഴ്ച മൂലം എന്താ ഉണ്ടായേ? കുറ്റബോധം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നതും വീണു പോകുന്നതും പാപം ചെയ്യുന്നതും ഒക്കെ ആരെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്മാറ്റത്തിൽ പോയി കമന്റ് കേൾക്കാം, ധാരാളം കാര്യങ്ങൾ കേൾക്കാം. പക്ഷേ കുറ്റപ്പെടുത്താതെ, പരിഹസിക്കാതെ, നിങ്ങളുടെ തിരിച്ചുവരവ് ഇന്നും കാത്തിരിക്കുന്ന ഒരു മുഖമേ ഉള്ളൂ. ആ മുഖത്തിന് നമ്മൾ വചനത്തിൽ മനസ്സിലാക്കിയ പേര് യേശുവാണ്.
ചർച്ച് ഓഫ് ഗോഡ് എന്ന ഈ ബൃഹത്തായ പ്രസ്ഥാനത്തെ ബഹുമാനിച്ചു എന്ന് ഞാൻ പറയും. ഈ പ്രസ്ഥാനം മുടക്കിയ ഒത്തിരി ചെറുപ്പക്കാരെ എനിക്കറിയാം. ബിക്കോസ് ഓഫ് ചർച്ച് പൊളിറ്റിക്സ് മാറ്റി നിർത്തിയ ചെറുപ്പക്കാരെ എനിക്കറിയാം. ചിലരൊക്കെ ദൈവമേ ഇല്ലാന്ന് വെച്ച് ജീവിക്കുമ്പോൾ ചിലരൊക്കെ ഇന്നും അറ്റം കടിച്ചു പിടിച്ച് ടൈറ്റസേ ഞങ്ങൾക്ക് അവസാനം ഒരു ഹോപ്പ് ഉണ്ടെന്ന് ഞങ്ങളുടെ യേശുവാണ്. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് അറിയോ? ചർച്ചിനെ കുറ്റപ്പെടുത്താനല്ല, ചർച്ച് സിസ്റ്റത്തെ കുറ്റപ്പെടുത്താനല്ല. ഐ റെസ്പെക്ട് ചർച്ച് സിസ്റ്റം. പക്ഷേ ചില സമയത്തെങ്കിലും ചർച്ച് സിസ്റ്റവും ഒരുത്തന്നെ റെസ്റ്റോർ ചെയ്യുന്നതിൽ ഫെയിലർ ആയി പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന് അവിടെയും പരാജയമില്ലെന്ന് പറയാനായിരുന്നു ഞാൻ പറഞ്ഞത്. യേശു എന്തിനാ അന്നും കാത്തിരിക്കുന്നേ? എന്താ ദൈവസഭകൾക്ക് ആ ക്ഷമയില്ലാത്ത? ഇത്രയേ ഉള്ളൂ കേട്ടോ. നഷ്ടപ്പെട്ടു പോയ ഐഡന്റിറ്റി നമുക്ക് വീണ്ടും നൽകാൻ വില കൊടുത്തത് ഈ പ്രസ്ഥാനങ്ങൾ ഒന്നാണ്. നമ്മൾ ഈ പ്രസ്ഥാനങ്ങളെ സ്നേഹിച്ചതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു സത്യം, നമുക്ക് യേശുവിലൂടെ അല്ലാതെ മറ്റെങ്ങും രക്ഷയില്ല. നമുക്ക് യേശുവിലൂടെ അല്ലാതെ മറ്റെങ്ങും വീണ്ടെടുപ്പില്ല. എന്നോട് ചേർന്നത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കുറ്റബോധം കൊണ്ട് നടക്കുക. തിങ്കളാഴ്ച പാപം ചെയ്താൽ മിക്ക കുഞ്ഞുങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞായറാഴ്ചത്തെ സഭായോഗത്തിന് പോയിരുന്ന ക്ഷമ പറയാം. മക്കളെ, നടക്കത്തില്ല. ജീവിതത്തില് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമയവും ഒരു പ്രാർത്ഥനാ സ്ഥലവും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമയവും ഒരു സ്ഥലവും നിങ്ങൾക്കുണ്ടായിരിക്കണം. അവിടെ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ചില അവസരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഇല്ലേ, യേശു കർത്താവ് പറഞ്ഞ പോലെ ജാതികൾ കാണും പോലെ ജൽപ്പനങ്ങളായി പോകുന്നുണ്ട്. വൈപ്പിക്കാരെ സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് തുറന്നു കാണിച്ചു. ചിലയിടത്തൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും സൗണ്ടിൽ ഹാലലുയ സ്തോത്രം. ഇതൊന്നും അല്ലാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മളും നമ്മളെ മുഴുവനായിട്ട് അറിയുന്ന യേശു മാത്രമായിട്ട് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. അവിടെ എന്താ പറയണ്ടേ? നമ്മുടെ പരാജയങ്ങൾ പറയണം. ചില അവസരങ്ങളിൽ കൗൺസിലിംഗിൽ വരുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, മക്കളെ, സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും, മക്കളെ, നമ്മൾ ഇത് ഒരു ഓപ്പൺ ഡിസ്കഷനിൽ പോവാം. ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കപ്പെട്ട് നിങ്ങൾ പോകുന്ന ഒരു ഭയങ്കര കഠിനമേറിയ സാഹചര്യം, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ വന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, ഇത് എന്നോട് പറയാതെ ദൈവത്തോട് പറഞ്ഞ് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? വന്നതിലൊരു 20% പേര് അങ്ങനെ ഓക്കെ അച്ഛാ ഞങ്ങൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ എന്തിനാ അവരെ അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ? ഞാൻ ഇവരെ ഇരുന്ന് കേൾക്കും. ചില അവസരങ്ങളിൽ മനുഷ്യനായ എന്റെ മനസ്സിൽ ചിന്തിക്കുക, ഇവനിങ്ങനെയൊക്കെ പോയവനാണോ, ഇവളിങ്ങനെയൊക്കെ പോയവളാണോ? ഞാൻ മനുഷ്യനായിട്ട് അങ്ങനെയെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പോലും ചിന്തിക്കാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആശ്വാസവും അഭയവും തരുന്ന ഒറ്റ സ്ഥലം അത് ദൈവസന്നിധി മാത്രമേ ഉള്ളൂ. ഈ കുറ്റബോധം ഒന്നും വേണ്ട. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാദൃശ്യവും സ്വരൂപവും വീണ്ടും നൽകാൻ ഒരുത്തൻ നമുക്ക് വിലയായി അവനെ തന്നെ നൽകി. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. നിങ്ങൾ ചിന്തിക്കും, ഇത്രയും ഒരു വാർഷികത്തിന് ഈ ഒരു മെസ്സേജിന്റെ പ്രസക്തി എന്താ? ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ, ഈ ഭവനത്തോട് ചേർന്ന് നിൽപ്പാൻ എനിക്ക് പറയാൻ പറ്റും, ഞാൻ യോഗ്യനല്ലായിരുന്നു. ഈ സഭ ഒരുക്കി വെച്ച ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ടൊക്കെ വരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം വീണ്ടെടുത്ത ഒരുവന്റെ വീണ്ടെടുപ്പാണ് ഇങ്ങനെയൊക്കെ എങ്കിലും നമ്മളെ വിലയുള്ളവരാക്കി നിർത്തുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. തീരുന്നില്ല. ആ വീണ്ടെടുപ്പിലൂടെ പിതാവിലേക്ക് നമ്മളെ ഏകീഭവിപ്പിച്ചു. നാമും പിതാവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിച്ചു. ഏതൻ തോട്ടത്തിൽ നഷ്ടമായി പെട്ടുപോയ ആ ബന്ധത്തെ നമുക്ക് തിരികെ നൽകി. എത്ര പേർക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഇന്ന് വൈകുന്നേര സമയം കർത്താവിന് നന്ദി കൊടുക്കാൻ പറ്റും? എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, നമുക്ക് ഒറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. അത് ദൈവം നമുക്ക് തന്ന ഐഡന്റിറ്റിയാണ്. അതിന് വിരുദ്ധമായിട്ട് ചലഞ്ചിങ് ആയിട്ട് വരുന്ന എല്ലാ ഐഡന്റിറ്റിയും മാറ്റി നിർത്തിയിട്ട് പറയണം, ഐ ആം ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു ഒരു മഹത്വവും വേണ്ട, ഒരു മാനവും വേണ്ട. ഒരു കാലഘട്ടത്തില്
ലോകത്തിൽ ഏറ്റവും അധികം മിഷണറീസിനെ അയച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. ഒന്ന് യുണൈറ്റഡ് കിങ്ഡം, UK, രണ്ടാമത് അമേരിക്ക. നമുക്കറിയാം ഈ പ്രസ്ഥാനത്തിന്റെ പോലും സ്ഥാപകനായിരിക്കുന്ന എഫ് കുക്ക് വന്നതുപോലും അമേരിക്കയിൽ നിന്ന്. അങ്ങനെ മിഷണറിമാരെ സംഭാവന ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയയിൽ കാണുന്ന ഒരു കാഴ്ച, ഒരു പ്രത്യേക മതവിഭാഗം അവിടെയുള്ള ഒരു വലിയ പള്ളി, UK നടന്ന കാര്യം, വലിയൊരു പള്ളി വിലയ്ക്ക് വാങ്ങിയിട്ട് അവരുടെ ആലയമായിട്ട് അതിനെ മാറ്റാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്ത് ആഹ്ലാദിച്ച് അതിനകത്ത് കയറി കുരിശിനെയൊക്കെ തെള്ളിയിടുന്ന ഒരു കാഴ്ച. നമ്മളെന്തെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇന്നത്തെ മീഡിയാസിൽ ഞാൻ കാണുന്ന മറ്റൊരു കാഴ്ച, തെരുവുകളിൽ പോയിട്ട് അമേരിക്കയുടെ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ദേവദാസന്മാർ, അവർ ഏറ്റവും അധികം ചലഞ്ച് നേരിടുന്ന ആരിൽ നിന്നറിയാം? സ്വന്തമായിട്ട് ഈ ഐഡന്റിറ്റി മാറ്റിവെക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിൽ നിന്ന് നോക്കിയാൽ. LGBTQ+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ട് കഴിഞ്ഞു. LGBTQ+, ക്യൂർ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് അവർ പ്ലസ് ഇട്ടേക്കുക. എന്താണ് അതിന് അർത്ഥം അറിയാമോ? ഇനിയും ഞങ്ങൾക്ക് കുറെ കൂടെ ഐഡന്റിറ്റികൾ കണ്ടെത്താനുണ്ട്. മാതാപിതാക്കളെ, നമ്മൾ പ്രാർത്ഥനയിൽ എവിടേക്കോ ഉറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമ്മുടെ തലമുറ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ കൂടെ ആരാധനാലയത്തിൽ വരുന്നതിൽ നമ്മൾ സംതൃപ്തരാകില്ലേ? ഒരു നിമിഷം നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. പെന്തിക്കോസിലെ ചെറുപ്പക്കാരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാമോ? രണ്ട് വിഭാഗങ്ങളിലേക്കാണ് ഇവർ പോകുന്നത്. ഒന്ന്, ഇതര വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവരുടെ ഒരു ചെറിയ ശതമാനം. അടുത്തൊരു ശതമാനമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാഴ്ച കാണുന്നത്. യുക്തിവാദികളായിക്കൊണ്ടിരിക്കുക, നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുക, പാസ്റ്റർമാരുടെ മക്കൾ ഉൾപ്പെടെ നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഞാൻ ചില സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ മിക്ക ആൾക്കാരും പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്, ഞാനൊരു പെന്തിക്കോസുകാരനാണ്, എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാറുണ്ട്. എന്തിനത് പറയുന്നതെന്നറിയോ? ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് പെന്തിക്കോസുകാർക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല. ഞാനൊരു NSS ക്യാമ്പിൽ പ്രസംഗിച്ചിട്ട് ഇറങ്ങുന്ന നേരത്തെ ഒരു പെൺകൊച്ചു വന്നിട്ട് എന്നെ പരിചയപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പെന്തിക്കോസ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പെന്തിക്കോസ് ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ? നമ്മളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടാണ്. LM ഡിപ്പാർട്ട്മെന്റ് ഇന്ന് നടത്തിയ സ്കിറ്റ് വളരെ ചിന്തിക്കാനുള്ളതാണ്. പ്രായോഗിക തലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമോഷണലി ഇരിക്കുക. എന്നെ കർത്താവ് വേണ്ടെടുത്തു, എനിക്ക് എന്റെ ഐഡന്റിറ്റി കിട്ടി, ഹല്ലേലൂയ സ്തോത്രം. പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. എനിക്ക് കിട്ടിയ ഐഡന്റിറ്റി എന്നെ പോലെ ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ? അവരിലേക്ക് ദൈവസ്നേഹം എത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അഗപ്പ ഇന്റർനാഷണൽ മിഷൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തനത്തിന്റെ ഭാഗം. നിർധനരായ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ. ഗൾഫിലുള്ള 3-4 സഹോദരന്മാർ ഒരുമിച്ച് അവർക്ക് മാസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുക അവരെടുത്തിട്ട് ചെറിയ കൂട്ടം കുഞ്ഞുങ്ങളെ സഹായിച്ചു തുടങ്ങിയതാണ്. 2016 ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 3 കുട്ടികളെ സഹായിച്ചാണ് തുടങ്ങുന്നത്. ദൈവത്തിന്റെ കൃപയിൽ കഴിഞ്ഞ മാസം ഞാൻ ഞങ്ങളുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളോട് അന്വേഷിച്ചപ്പോൾ 380 കുട്ടികളെ ഈ പോയ മാസം സഹായിക്കാൻ കർത്താവ് ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി. 3 കുട്ടികളെ സഹായിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ തുടക്കക്കാരായ പ്രവർത്തകർക്ക് ഒരു സ്വപ്നവും ഇല്ല 100എങ്കിലും കടക്കുമോ. അല്പത്തിൽ വിശ്വസ്തരായിട്ട് നമ്മളെ ഏൽപ്പിച്ചത് ചെയ്തു തുടങ്ങിയാൽ നമ്മളെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു നല്ല യജമാനൻ മേളിലുണ്ട്. ഞാൻ ഈ മേപ്രാലിൽ പല ഭവനങ്ങളിൽ വന്നിട്ടുണ്ട്. വെള്ളം കയറുന്ന വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ഭവനത്തിൽ ഞാൻ വരുന്നത് ഒരു വിശ്വാസ ഭവനാണ്. അവിടുത്തെ അങ്കിൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന അങ്കിൾ മരണപ്പെട്ടു. ആന്റി 2 കുഞ്ഞുങ്ങളും അവിടെ പ്രായമുള്ള അമ്മച്ചി. ഞാൻ അപേക്ഷ എടുക്കാൻ വരുമ്പോൾ അവരുടെ വീട്ടില് മിക്കവാറും മഴ സമയത്ത് വെള്ളം കയറും. കഴിഞ്ഞ ആഴ്ചയും ആന്റി എനിക്ക് വോയിസ് ഇട്ടു, മോനെ പ്രാർത്ഥിക്കണേ, വെള്ളം കയറിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് മെസ്സേജ് അയക്കും, മോനെ വെള്ളം കയറി, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കും. ആരുമില്ലാത്തവർക്ക് ശബ്ദമാകാൻ ദൈവം നമ്മുടെ ശബ്ദത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിലും വലിയൊരു ശുശ്രൂഷ വേറെ ഇല്ല കേട്ടോ. ആരും ചെല്ലാത്തടത്തേക്ക് ഒന്ന് ചെല്ലാമോ? ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കാനാണ് നമ്മളെ ഭൂമി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് മിണ്ടാതെ കൈ അടിച്ച് ഈ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഐ ആം യൂസ്ലെസ്. എന്താ ചർച്ചിന്റെ ദൗത്യം?
ആദിമസഭയുടെ തുടക്കം എന്തായിരുന്നു? ഹൂ സ്റ്റാർട്ട് ദ ചാരിറ്റി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ചാരിറ്റി ആരംഭിച്ചത് ആരാന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചർച്ച് സ്റ്റാർട്ടഡ് ദ ചാരിറ്റി. അപ്പോസ്തല പ്രവൃത്തി 2:3 വായിക്കുക. അവർക്കുള്ളതെല്ലാം പൊതുവകയെന്ന് എണ്ണി. അതായിരുന്നു കൺസെപ്റ്റ്. അവിടുന്ന് ചാരിറ്റി ആരംഭിക്കുന്നത്. അന്ന് വരെ വേറെ ഉള്ളവൻ അവനുള്ളത് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുള്ളത് ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് എവിടെ നിന്നു? പരിശുദ്ധാത്മാവ് കൊണ്ട് കൊടുത്തതാ സഭയ്ക്ക്. ഇതൊക്കെ സ്തോത്രം ചെയ്യാൻ ഇച്ചിരി പ്രയാസമെന്ന് എനിക്കറിയാം. ഗൾഫിൽ പോകുന്നതും അമേരിക്കയിൽ പോകുന്നതും UK പോകുന്നതും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഇച്ചിരി പ്രാക്ടിക്കൽ സൈഡിലൂടെ കാണാൻ പറ്റുമോ? ഉപമ യേശു പറയുന്നുണ്ടല്ലോ, ഞാൻ അതിലൂടെ പറഞ്ഞു നിർത്തുക. യേശുവിന്റെ അടുക്കൽ 2 വിഭാഗം ആൾക്കാർ ചെന്നല്ലേ. ഒരു വിഭാഗം ആൾക്കാർ ചെന്നിട്ട് പറയുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, പ്രവചിച്ചു, രോഗികളെ സൗഖ്യമാക്കി. എന്താ കർത്താവ് പറഞ്ഞേ? ഐ ഡോണ്ട് നോ ഹു യു ഓൾ ആർ. നിങ്ങളെല്ലാവരും ആരാന്ന് എനിക്ക് അറിയത്തില്ല. വേറൊരു വിഭാഗത്തെ കണ്ടു. അവരോട് പറഞ്ഞ് കയറിപ്പോലും നിങ്ങൾ വിശ്വസ്തരായി. അവർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാ വിശ്വസ്തരായി? നഗ്നരായിരുന്നവരെ കണ്ടപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കാൻ കൊടുത്തു, അതെനിക്ക് കൊടുക്കാൻ തന്നതുപോലെയാ. വിശന്നിരുന്നവരെ കണ്ടപ്പോൾ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുത്തു, അത് നിങ്ങൾ എനിക്ക് തന്നതുപോലെയാ. എയിം എന്ന പ്രവർത്തനത്തോട് ചേർന്ന് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. ഇടുക്കിയിൽ ഒരു മോനുണ്ടായിരുന്നു, മിടുക്കനായ പയ്യൻ. അവനവൻ്റെ അമ്മയേ ഉള്ളൂ. ഇവന്റെ അമ്മ അവനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് അവന്റെ അപ്പൻ അവനെ ചീറ്റ് ചെയ്തത്, അവരെ ചീറ്റ് ചെയ്തത്. അപ്പൻ അതേപോലെ തന്നെ വേറൊരു സ്ഥലത്തും ഭാര്യയും കുട്ടികളുണ്ട്. ആ അമ്മ ആ മോനെ കൊണ്ട് വാടക വീട്ടിൽ ഇറങ്ങി താമസം ആരംഭിച്ചു. 8ാം ക്ലാസ് മുതലാണ് അവനെ ഞങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങി. പഠിക്കാനൊക്കെ മിടുക്കനായ മോൻ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവൻ ജോലിയുടെ സമയമായപ്പോൾ വിളിച്ചിട്ട് എന്നും പറയും, ചേട്ടായി പ്രാർത്ഥിക്കണേ, എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ ഒരു പ്രതീക്ഷയില്ല. എനിക്കറിയത്തില്ല അവനോട് എന്ത് തിരിച്ചു പറയണമെന്ന്. പക്ഷെ അന്നേരവും മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു. നമ്മുടെ കയ്യിൽ കാശ് ചെലവില്ലാതെ ടാക്സ് കൊടുക്കാതെ പറ്റുന്ന ഒരു സാധനത്തിന്റെ പേരാണ് മോട്ടിവേഷൻ. അവനെല്ലാം ശരിയാവണം, ദൈവം നിന്നെ കൈവിടത്തില്ല. അവൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ അപ്രോച്ചിൽ തന്നെ അമേരിക്കയിൽ ഒരു കമ്പനി അവനെ സെലക്ട് ചെയ്തു. അവന് പ്രതീക്ഷയെക്കാട്ട് നല്ലൊരു ജോലി ദൈവം അവന് കൊടുത്തു. ജോലി കഴിഞ്ഞ് 3ാമത്തെ 4ാമത്തെ മാസമായപ്പോൾ അവനെ ഓഫീസിൽ വീണ്ടും വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാ, എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ സഹായിക്കാം. കേൾക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുമ്പോൾ എനിക്കെല്ലാം കിട്ടി സ്തോത്രം എന്ന് പറഞ്ഞ് പോക്കറ്റ് ഇടല്ലേ. ചിലതൊക്കെ കൈ തുറന്ന് നമ്മുടെ കൂടിയിരിക്കുന്നവർക്കും കൂടെ കൊടുക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാവണേ. ദൈവം നമ്മളെ വീണ്ടെടുത്ത സ്നേഹം ഓർത്താൽ ആ സ്നേഹം എങ്ങനെ നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റും? He redeemed us. He restored us. നമ്മൾ വീണ് പോയെടുത്തുനിന്ന് നമ്മളെ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വീണ്ടും ആക്കിയെടുത്തിന് അവിടുത്തെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ച് സ്നേഹമുണ്ട്. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാം. ഒന്ന് പറയാമോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ ചിലതൊക്കെ ഇല്ലെന്ന് ഓർത്ത് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയണേ, എനിക്ക് യേശു ഉണ്ട്. എന്താ പറയണ്ടേ? ആ കരം ഉയർത്തിട്ടെന്ന് പറഞ്ഞ് എനിക്ക് യേശു ഉണ്ട്. ലോകത്തിലൊന്നുമില്ലേലും എനിക്ക് യേശു ഉണ്ട്. എന്ന് പറഞ്ഞേ, ലോകത്തിൽ ഒന്നുമില്ലേലും എനിക്ക് യേശു ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സഭയ്ക്ക് ഇങ്ങനെ ഒരു വർഷം കൂടെ ദൈവം നൽകിയതിനായിട്ട് ഞാൻ നന്ദി പറയുന്നത്. വരുന്ന വർഷത്തിൽ ഇതിലും അധികമായിട്ട് ഈ സഭ ഫലപ്രദമായിട്ട് ഈ ദേശത്ത് വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കും. പുതിയ ആത്മാക്കൾ ഈ സഭയിലേക്ക് ദൈവം അയക്കണമേ കർത്താവേ. സ്നാനങ്ങൾ നടക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ സ്നേഹം അറിയാത്ത പ്രിയപ്പെട്ടവരെല്ലാം ഈ ദേശത്തിന്റെ ചുറ്റുപാട് ഒരു വെളിച്ചം പോലെ ഈ സഭ ആകർഷിക്കട്ടെ കർത്താവേ. അതിനായിട്ട് ഈ സഭയും ഇവിടുത്തെ പുത്രിക സംഘടനകളെയും ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിനായിട്ട് ഈ സഭ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി ഇവിടുത്തെ ജനത്തെയും ദേവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. May God bless you all. Thank you, Brother Titus, for that wonderful message. നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് ബൈബിളിൽ വാക്യങ്ങളിൽ നിന്ന് ആസക്തികളിൽ നമ്മളോട് പറയുവാൻ ദൈവം അധികമായി സഹായിച്ചുവല്ലോ. വീണ്ടും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.